വി.എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്, ആ നിലപാടാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും സ്വീകരിച്ചിരുന്നത്. ആ കാര്യത്തിൽ എതിർവശത്ത് ആരാണ് എന്നുള്ളത് അദ്ദേഹത്തിനൊരു പരിഗണനാ വിഷയമായിരുന്നില്ല. അത് പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. അതോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് ഇടപെട്ടിരുന്ന, ആ ജനകീയ പ്രശ്നങ്ങൾ ആരെയൊക്കെ ബാധിക്കുന്നതാണ്, ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് എന്നുള്ളതിൽ അദ്ദേഹത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബല വിഭാഗങ്ങളിൽപ്പെടുത്ത ഒരുപക്ഷെ നിരാലംബരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ആ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു യുഗം അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ജനകീയ മുഖം എന്നുള്ളത്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം, ആ ജനകീയ മുഖമായിരുന്നു വി.എസ്. എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. താങ്കളടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വി.എസ്. തുടങ്ങി വെച്ചത് രാഷ്ട്രീയം രണ്ടാണ്, പക്ഷം രണ്ടാണ്, ഐഡിയോളജി രണ്ടാണ്. പക്ഷേ വി.എസ്. തുടങ്ങി വെച്ച സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം, ചൂഷിത വർഗത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അത് തുടരാൻ സാധിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഉയർത്തിയിരുന്ന ചില പ്രശ്നങ്ങളിൽ കൂടെ അതേപോലെ നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ പല ഇഷ്യൂസിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ ഒരു ജനകീയ മുഖം എന്നുള്ളത് നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാതൃകയായിട്ട് മാറേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പേര്.